അപ്പൂപ്പ, ഈ സാന്റാക്ലോസ് അപ്പൂപ്പനാരാ? അതെ, കഴിഞ്ഞ ക്രിസ്തുമസിന് മോന് സമ്മാനം വാങ്ങി തന്നാരാ? അപ്പൂപ്പൻ. അതുപോലെ ലോകത്തുള്ള സകല കുട്ടികൾക്കും സമ്മാനവുമായി വരുന്ന അപ്പൂപ്പനാണ് സാന്താക്ലോസ് അപ്പൂപ്പൻ. അപ്പൂപ്പ, എനിക്ക് അപ്പൂപ്പനെ കാണാൻ പറ്റുമോ? അതെ ടോം, നുണ പറയാത്ത, കള്ളങ്ങളൊന്നും ചെയ്യാത്ത കുട്ടികളുടെ അടുത്തേ സാന്താക്ലോസ് അപ്പൂപ്പൻ വരുള്ളൂ. ആട്ടെ, ടോമിക്കുട്ടൻ കള്ളം പറയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മാനുകളെ പൂട്ടിയ രഥത്തിൽ കൈ നിറയെ സമ്മാനങ്ങളുമായി ടോമിക്കുട്ടനെ കാണാൻ സാന്താക്ലോസ് അപ്പൂപ്പൻ വരും. ഹായ് ഹായ്. അപ്പൂപ്പൻ എങ്ങാനും വരുന്നുണ്ടോ? ഹായ്, 9 മാനുകളെ പൂട്ടിയ രഥം, അതിലടാ സാന്താക്ലോസ് അപ്പൂപ്പൻ. ഹായ്, കൈ നിറയെ സമ്മാനങ്ങളുണ്ടല്ലോ. ഹായ് സാന്താക്ലോസ് അപ്പൂപ്പൻ. നിമിഷം ഈ നിമിഷം ഒരു തരി വെട്ടം നിലവായി പൊഴിയും ഈശോ എഴുന്നള്ളും സമയം. അപ്പൂപ്പ. മോനെ ടോമിക്കുട്ട, മേരി ക്രിസ്മസ്. ഹായ്, മേരി ക്രിസ്മസ്. നല്ല സമ്മാനം. അപ്പൂപ്പ, ഞാൻ സ്വപ്നത്തിൽ സാന്താക്ലോസ് അപ്പൂപ്പനെ കണ്ടു. മോൻ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയാ. മനസ്സിൽ നന്മയുള്ളവർക്കേ സാന്താക്ലോസ് അപ്പൂപ്പനെ കാണാൻ കഴിയൂ. അപ്പോഴേ ക്രിസ്തുമസ് നന്നായി ആഘോഷിക്കാനും കഴിയൂ. അപ്പം ടോം എങ്ങനെയുള്ള കുട്ടിയാകണം? നല്ല കുട്ടിയാകണം. ഇന്ന് മാത്രമല്ല, എന്നും നല്ല കുട്ടിയായിരിക്കണം. മനസ്സിൽ നന്മയുള്ളവനായിരിക്കണം. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ക്രിസ്തുമസ് പോലെയുള്ള ആഘോഷങ്ങൾ നന്നായിട്ട് ആഘോഷിക്കാനും കഴിയും. നിമിഷം ഈ നിമിഷം ഒരു തരി